ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിന്റെ ഈറ്റില്ലമായ പോറ്റില്ലമായ ഈ ഇന്ത്യൻ സമൂഹത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു പൗരൻ, അവൻ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, പക്ഷെ അത് ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രം എന്ന് കരുതുന്ന ചില ഭരണാധിപത്യങ്ങൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ വിസ്മരിക്കുന്നില്ല. അതുകൊണ്ട് ന്യായമായ വിചാരണ കൂടാതെ തടവിലാക്കപ്പെട്ട ആളുകളെ അവിടെ ഒരു സംഭവവികാസം ഇന്ത്യയിൽ ഉണ്ടാവരുത്. അത് ഞങ്ങൾ എതിർക്കും, ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. ഞാൻ കാസർഗോഡ് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ആരും തന്നെ വിചാരണ കൂടാതെ തടവിലാക്കപ്പെടാൻ പാടില്ല. ഒരു ന്യൂനപക്ഷ സമുദായം എന്ന നിലക്ക് ആ അവകാശം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ലഭിക്കണം. അത് ഞങ്ങളുടെ അവകാശമാണ്. അത് ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. പക്ഷേ എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്താനോ ഏഷണിപ്പെടുത്താനുമായിരുന്നു നോക്കേണ്ടതില്ല. അങ്ങനെ ആരുടെയും മുമ്പിൽ തലകുനിക്കുന്ന ഒരു സമുദായമല്ല ഇന്ത്യയിലെ മുസ്ലിം സമുദായം. ഞങ്ങൾ എല്ലാവരെയും ആദരിക്കുന്നു. എല്ലാവരുടെയും അവകാശങ്ങൾക്ക് നിലകൊള്ളുന്നവരാണ്. ന്യായം ചെയ്യണം, നീതി ചെയ്യണം, എല്ലാവർക്കും അത് ലഭിക്കണം, ഞങ്ങൾക്കും ലഭിക്കണം. മറ്റുള്ളവർക്ക് ലഭിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് ഇന്ത്യൻ മുസ്ലിം ലീഗിനെ ഇങ്ങനെയുള്ള കോപ്പറാട്ടികൾ കാണിച്ചെന്നും പറയണം. ഞങ്ങളെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്ന ആരാന്നറിയോ? റോഡുകളിൽ കഠാരി കൊണ്ട് ആളുകളെ കശാപ്പ് ചെയ്ത് അവരെ ആളുകൾക്കെല്ലാം ഒരു താമസിക്കാൻ ഒളിത്താമസം നൽകുന്ന ആളുകളാണ് മുസ്ലിം ലീഗിനെ പറ്റി തീവ്രവാദികൾ എന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട കാക്കളെ എന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങൾക്കറിയാം. എന്റെ സഹപ്രവർത്തകൻ യോഗാധ്യക്ഷൻ ഇന്ന് ഷുക്കൂറിനെ പറ്റി പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാനും ഗർഗതം കൊണ്ടു. പക്ഷെ ഒരു കാര്യം പറയാ, നീതി നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ നീതിശാസ്ത്രം യഥാർത്ഥ കുറ്റവാളികളെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ന്യായക്കോടതികളുടെ മുമ്പിൽ കൊണ്ടുവരുമെന്നതിന് യാതൊരു സംശയവുമില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. അത് പറയുമ്പോൾ ഞാൻ സ്വയം വികാരഭരിതനായി പോവുകയാണ്. അതുകൊണ്ട് ഞാൻ അധികം പറഞ്ഞില്ല. ആ കാര്യത്തിൽ കേരള ഗവൺമെന്റ് സ്റ്റാൻഡ് എല്ലാവർക്കും അറിയാം. എന്റെ സഹപ്രവർത്തകൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അത് അദ്ദേഹം അറിയുമെന്ന് എനിക്കറിയാം. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. സഹപ്രവർത്തകന്മാരെ, വളരെ സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മഹാനായ ഖായിദ് മില്ലത്ത് മുഹമ്മദ് സാഹിബ് ആ കരാളമായ രാഷ്ട്രീയ ഘട്ടത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞു പറയാൻ പഠിക്കുന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ മഹാനായ ഖായിദ് മില്ലത്തിന് അനുയായികളാണ് ഞങ്ങൾ. അന്ന് ഖായിദ് മില്ലത്ത് 6.5 പതിറ്റാണ്ട് മുമ്പ് മദ്രാസിലെ രാജാജി ഹാളിൽ നിന്ന് വിളിച്ച മുസ്ലിം ലീഗ് ജിന്ദാബാദ് ഞാനും ഇവിടെ ഉന്നയിക്കുകയാണ്. യുവജനങ്ങളെ, ആവേശഭരിതരായ മുസ്ലിം യൂത്ത് ലീഗുകാരെ, മുസ്ലിം സഹോദരന്മാരെ, ഞാനും നിങ്ങളോട് പറയട്ടെ, മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗ്. ആവേശം പോരാ, ശബ്ദം പോരാ, മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.